പുറത്തൂടെ ഹുക്ക് കയറിയേക്കുന്നത്. ഹായ്, ഇദ്ദേഹം ഇപ്പോൾ വൈകുന്നേരം ഒന്ന് കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. നമ്മളിത് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. പുതിയൊരു സ്പോട്ടുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മീൻ കിട്ടുമില്ല എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മൾ അതൊക്കെ ഫസ്റ്റ് കാസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞ സമയത്ത് അടിച്ചോളണം. ചെറുതാട്ടോ, ചെറുതൊന്നുമില്ല. നേരത്തെ കിട്ടിയ അത്രയും തന്നെ. ഇത് പുറത്തൂടെയൊക്കെയല്ലോ ഹുക്ക് കയറി നോക്കി. സാധാരണ മീനിൻ്റെ വായിക്കകത്തല്ലേ കയറുന്നു. നോക്കിയതേ പുറത്തൂടെ ഹുക്ക് കയറിയേക്കുന്നത്. പുറത്തൂടെ കണ്ണിൽ കൂടെ അതേണ്ടോ, കണ്ണിൻ്റെ ഇതുവഴി ഹുക്ക് കയറിയേക്കുന്നു. എൻ്റെ പൊന്നെ, ഓക്കെ. കഴിഞ്ഞ് പോകണുണ്ടോ? പക്ഷേ ഈ അതിലേ പോയാലും ഒരു കാര്യമില്ല മോനെ. ഈ ബോട്ടിൽ ട്രാപ്പട നല്ല അത്യാവശ്യം തിരക്കുള്ള സൈസ് എടുക്കാം. വിയറ്റ്നാം നമ്മൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എടുത്തോണം. അവിടെ ഒരാളും കിട്ടുന്നു. അപ്പോൾ അതേ നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ നിന്ന് മാറി വേറൊരു സ്പോട്ടിലോട്ട് എത്തി കേട്ടോ. അത് ആ തോടിൻ്റെ തന്നെ റോഡിൻ്റെ ഇപ്പുറം ഉള്ളൊരു സൈഡാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു കുറച്ച് ഏരിയയിൽ മാത്രമേ വെള്ളത്തിന് തെളിവുള്ളൂ. ബാക്കി ഫുള്ള് സ്ഥലത്തും കംപ്ലീറ്റ് ആയിട്ട് പോള കയറി ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ കാര്യമായിട്ട് ആക്ടിവിറ്റി ഒന്നും കണ്ടില്ല. നമ്മളിപ്പോൾ ഈ എറിയുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ആക്ടിവിറ്റി കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂസ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ ഏരിയയിലായതുകൊണ്ട് തന്നെ കൂടുതലും പൊടി മീനുകളും ബാക്കിയുള്ള മീനുകളൊക്കെ അവിടെ തന്നെ വന്ന് നിൽക്കാനാണ് ചാൻസ് ഉള്ളമാർക്ക് എയറെടുത്ത് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ പരിസരത്ത് തന്നെ എന്താണെങ്കിലും സ്നേക്കഡ് ഐറ്റംസ് എന്തായാലും കാണും. അപ്പോൾ നമ്മൾ വീണ്ടും കാസ്റ്റിങ്ങിനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടിരിക്കുക. അവിടെ നിന്ന് ഒരെണ്ണമെങ്കിലും അടിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് വന്നു കഴിക്കും. നമുക്കൊരു ചെറിയൊരു ഫോളോ അവിടെ നിന്ന് വന്നിരുന്നു. പക്ഷെ അവൻ കറക്റ്റായിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് അനങ്ങിയതേ ഉള്ളൂ. പക്ഷേ നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാസ്റ്റിങ്ങിൽ നിങ്ങൾ നോക്കിക്കോട്ടെ, ആ ഒരു സൈഡിൽ നിന്നൊരു മീൻ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഫ്രോഗായിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് പോകുന്നുണ്ട്. സ്ട്രൈക്ക് ചെയ്ത് കണ്ടോ, ചെറുതായിട്ടേ വന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ആക്ടിവിറ്റി കണ്ടായിരുന്നു കണ്ടത്. എവിടെ നിന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് ഇറങ്ങി വന്ന് ഒന്ന് സ്ട്രൈക്ക് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് ടൈം എറിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മീനുകൾ ആ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ സ്പിന്നറിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഓട്ടോമാറ്റിക്കലി അവന്മാർ പുറത്ത് വന്ന് അടിക്കും. അപ്പോൾ നമ്മളൊരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ നോർമൽ ഒരു ഫ്രോഗ് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ലുക്കാനയുടെ ചീറ്റ ഫ്രോഗിൻ്റെ ഒരു കോപ്പി ടൈപ്പ് ഫ്രോഗ് ആട്ടോ. എൻ്റെ പേര് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രോഗ് ഇട്ടിട്ട് ഇത് ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ്. ഓർക്കാപ്പുറത്തുള്ള അടിയായിരുന്നു കേട്ടോ. ചെറിയൊരു വീടിനാണ്, തീരെ ചെറുത്. എൻ്റെ പൊന്നെ, ഇത്ര ഉള്ളെങ്കിൽ അവൻ ഫ്രോഗ് അടിച്ച് എണ്ണാക്കി വെച്ചോ നോക്കി. എൻ്റെ മോനെ, എൻ്റെ പൊന്നോ, ഇതേ നോക്കി, നിങ്ങൾ നോക്കി ഇതുണ്ടോ, കുഞ്ഞു മീനാണ്. പക്ഷെ അവൻ ഫ്രോഗ് എടുത്ത് എണ്ണാക്കി വെച്ചോ നോക്കി. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് ഞാനിങ്ങനെ ഊരെടുക്കുന്നുള്ളതാണ്. എന്നാൽ ഈ താമാനത്തിന് മുടിഞ്ഞ പല്ല. യെസ്, ചെറിയ ഹുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടോ എനിക്ക് ഫോളോ ചെയ്ത് നല്ല രീതിക്ക് ഫോളോ ചെയ്തൊന്ന് അടിച്ചു കേട്ടോ. അവിടെ വിയറ്റ്നാം വരാൽ തന്നെ. കളർ നോക്കി, നല്ല നൈസ് കളർ കേട്ടോ, കിടിലൻ സാധനം. ഓക്കെ, വേറെ വല്ലതും കിട്ടുന്നു കേട്ടോ. ഇതാട്ടോ നമുക്ക് കിട്ടിയത്, അടിപൊളി സാധനം. അവൻ്റെ ഈ കുഞ്ഞം വായിക്കകത്താണ് അവൻ അത്രയും വലിയ ഫ്രോഗ് അടിച്ച് കയറ്റി. കറക്റ്റ് അവൻ്റെ വായിക്കകത്ത് കയറാനുള്ള സൈസ് ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, അടിപൊളി സാധനം. ഒക്കെ വേറെ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. കളറാണ് ഒരു രക്ഷയില്ല, അതല്ല അടിപൊളി കളർ, സെറ്റ് കളർ സാധനം. വേറെ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ അത് ഇന്നത്തെ ചെറിയൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.